കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹം ഇന്ന് കേരളത്തിലെത്തിക്കും. 23 പേരുടെയും മൃതദേഹം രാവിലെ 8:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിക്കും. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലെത്തിക്കുന്ന മൃതദേഹം വീടുകളിൽ എത്തിക്കാൻ നോർക്കയുടെ ആംബുലൻസുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും വിമാനത്താവളത്തിലെത്തും. വിവരങ്ങളുമായി അലി ചേരുന്നുണ്ട്. അലി, മുഖ്യമന്ത്രിയും മന്ത്രിമാരും എപ്പോഴാകും വിമാനത്താവളത്തിൽ എത്തിച്ചേരുക? ക്രമീകരണങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ. അതിലെ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി വിമാനത്താവളത്തിലാണ്. ഇവിടേക്കാണ് ഈ കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച ആളുകളുടെ മൃതദേഹം അല്പസമയത്തിനുള്ളിൽ എത്തിക്കുക. 8:30 കഴിയുന്നതോടുകൂടി മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പറഞ്ഞതുപോലെ 23 മലയാളികൾ, 45 പേരെയാണ് ഈ ഇന്ത്യക്കാരെയാണ് ഇതിൽ തിരിച്ചറിഞ്ഞത്. ഇതിൽ 23 മലയാളികളുടെ മൃതദേഹങ്ങളാണ് ഇന്ന് ഇവിടേക്ക് എത്തിക്കുന്നത്. ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഗേറ്റ് A1A പുറത്തേക്ക് കൊണ്ടുവരിക. ഇവിടേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ ആംബുലൻസുകളും എത്തിച്ചേരും. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇവിടേക്ക് എത്തിക്കുന്ന മൃതദേഹങ്ങൾ നോർക്കയുടെ ആംബുലൻസുകളിലാണ് അവരവരുടെ സ്ഥലങ്ങളിലേക്ക്, അവരവരുടെ വീടുകളിലേക്ക് എത്തിക്കുക. 23 മലയാളികളുടെ മൃതദേഹങ്ങൾക്ക് പുറമെ നമ്മൾ പറഞ്ഞതുപോലെ കേരളത്തിന്റെ സമീപ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട മൃതദേഹങ്ങൾ കൂടി കൊച്ചിയിലേക്കാണ് എത്തിക്കുക. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട മൃതദേഹങ്ങളാണ് ഈ പറഞ്ഞതുപോലെ വിമാനത്തിൽ ഡൽഹിയിലേക്ക് എത്തിക്കുന്നത്. ഇവിടേക്ക് എത്തിക്കുന്ന ഈ മറ്റു നമ്മുടെ സമീപ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട മൃതദേഹങ്ങൾ എത്തിക്കേണ്ട ചുമതല എന്ന് പറയുന്നത് ജില്ലാ കളക്ടർക്കാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളും പൂർത്തിയായി എന്നാണ് അവിടെ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ കൊണ്ടുപോകേണ്ട ആംബുലൻസുകൾ കൊച്ചി വിമാനത്താവളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 8:45 കൂടി ഈ പ്രത്യേക വിമാനത്തിൽ മൃതദേഹങ്ങൾ കൊച്ചിയിൽ എത്തുമെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആംബുലൻസുകളെല്ലാം പുറത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ആംബുലൻസുകൾ തൊട്ടപ്പുറത്ത് എത്തിച്ചേർന്നിട്ടുമുണ്ട്. എന്തായാലും ഈ മൃതദേഹങ്ങൾ കൊണ്ടുപോകേണ്ടതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ നോർക്കയിൽ നിന്നും അതുപോലെ തന്നെ ഇവിടുത്തെ അധികൃതരിൽ നിന്നും മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്നാകും ഈ 8:30 കൂടി ഇവിടേക്ക് എത്തിച്ചേരുന്ന ഈ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്നത്. ഇവിടെ നിന്നും അന്തിമോപചാരം അർപ്പിച്ച ശേഷമാകും അവരവരുടെ സ്ഥലങ്ങളിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവുക. എന്തായാലും ഏറെ വേദനിപ്പിച്ച സംഭവമാണ്. 23 മലയാളികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്തം തന്നെയായി പറയേണ്ടി വരും. അത്രയും വലിയ ഒരു സംഖ്യയാണ്. 24 മലയാളികളുടെ മൃതദേഹം ഇന്ന് കേരളത്തിലെത്തിക്കും. കൊച്ചി വിമാനത്താവളത്തിലായിരിക്കും എത്തിക്കുക. വ്യോമസേനയുടെ പ്രത്യേകം സജ്ജമാക്കിയ വിമാനത്തിലാണ് മൃതദേഹം എത്തിക്കുക. 23 പേരുടെയും മൃതദേഹം പ്രത്യേകം സജ്ജമാക്കിയ ആംബുലൻസിൽ അവരവരുടെ നാടുകളിലേക്ക് എത്തിക്കും. അലി തുടരുന്നുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് അലി തുടരാം. രഞ്ജിത്ത് ഈ പറഞ്ഞതുപോലെ നോർക്ക സിഇഒ അറിയിച്ചതനുസരിച്ച് 45 ഇന്ത്യക്കാരുടെ മൃതദേഹമാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇതിലാണ് 23 മലയാളികളുള്ളത്. ഇവരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ കൊച്ചി വിമാനത്താവളത്തിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിക്കാൻ പോകുന്നത്. ഇത് അവരവരുടെ സ്ഥലങ്ങളിലേക്ക്, അവരവരുടെ വീടുകളിലേക്ക് എത്തിക്കേണ്ട ആംബുലൻസുകൾ സജ്ജമാക്കിയിരിക്കുന്നത് നോർക്കയാണ്. നോർക്കയുടെ നേതൃത്വത്തിലുള്ള ആംബുലൻസുകളെല്ലാം തന്നെ കൊച്ചി വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലെല്ലാം കൃത്യമായി തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അതുല്യ, ഇതുവരെയും അത്തരത്തിൽ ഈ മരിച്ച ആളുകളുടെ കുടുംബാംഗങ്ങൾ ആരും തന്നെ എയർപോർട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. കാരണം എയർപോർട്ടിലേക്ക് എത്തിയാലും പെട്ടെന്ന് തന്നെ ഇവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അവരവരുടെ സ്ഥലങ്ങളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോവുക എന്നതാണ് നിലവിൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവരവരുടെ വീടുകളിൽ തന്നെയാണ് ഈ ഘട്ടത്തിലും തുടരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്ന് മൃതദേഹം ഔദ്യോഗികമായി ഏറ്റുവാങ്ങുന്നത് മുഖ്യമന്ത്രിയും മന്ത്രി എ രാജനും അതുപോലെ തന്നെ പി രാജീവ് ഉൾപ്പെടെയുള്ള ആളുകളാണ്. ഇവർ ഇവിടെ നിന്നും മൃതദേഹം ഔദ്യോഗികമായി ഏറ്റുവാങ്ങുകയും അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്ത ശേഷം ഉടൻ തന്നെ ഈ നോർക്കയുടെ നേതൃത്വത്തിൽ സജ്ജമാക്കിയിരിക്കുന്ന ആംബുലൻസുകളിൽ മൃതദേഹങ്ങൾ ഇവിടെ നിന്നും കൊണ്ടുപോകും. ഈ 23 മലയാളികൾക്ക് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ളവരുടെ മൃതദേഹങ്ങൾ കൂടി കൊച്ചിയിൽ നിന്ന് കൊണ്ടുപോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ വിമാനത്താവളത്തിൽ പൂർത്തിയാക്കുമെന്നാണ് ഈ ഘട്ടത്തിലും നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം ആളുകൾ ഇപ്പോൾ എയർപോർട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. ഈ ഘട്ടത്തിലും ഈ അവരവരുടെ സ്ഥലങ്ങളിൽ ഓരോ ജില്ലകളിലും ഈ മരിച്ചവരുടെ വീടുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ നടപടിക്രമങ്ങളും എല്ലാം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആളുകൾ അവരവരുടെ സ്ഥലങ്ങളിൽ തന്നെ തുടരുകയാണ് എന്നാണ് ഈ ഘട്ടത്തിലും നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ ഉണ്ടായൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കുവൈറ്റിലേക്ക് പുറപ്പെടാനായി വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ ഈ ക്ലിയറൻസ് ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. അതിൽ കേന്ദ്രത്തിനെതിരെ ഒരു പ്രസ്താവന ഉൾപ്പെടെ നടത്തുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിമാരും ഒപ്പം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകളാണ് കൊച്ചി വിമാനത്താവളത്തിലേക്ക് ഈ മൃതദേഹം ഔദ്യോഗികമായി വാങ്ങാനായി എത്തിച്ചേർന്നത്.
എത്തിച്ചേരുക. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിലും നമ്മൾ മനസ്സിലാക്കുന്നത്. അതുല്യ. അലി, അതായത് ഇന്നലെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി കിട്ടാത്തതിനാൽ കുവൈത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ മന്ത്രി ഇപ്പോഴും കൊച്ചിയിൽ തുടരുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് ഈ മൃതദേഹം ഏറ്റുവാങ്ങും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരായിരിക്കുമോ ഈ മൃതദേഹം ഏറ്റുവാങ്ങുക? മന്ത്രി കൊച്ചിയിൽ തന്നെയാണോ ഇപ്പോൾ ഉള്ളത്? രഞ്ജിത്ത്, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇപ്പോൾ കൊച്ചിയിൽ തന്നെ തുടരുകയാണ്. അവർ ഗസ്റ്റ് ഹൌസിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വിമാനം എത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള സമയത്തിന്റെ കൃത്യമായ ഒരു അറിയിപ്പ് കിട്ടുന്നതോടുകൂടി അവർ വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇപ്പോൾ നിലവിൽ നേരത്തെ പറഞ്ഞതനുസരിച്ച് 8:30 വിമാനം എത്തിച്ചേരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് വിമാനം പുറപ്പെട്ടിട്ടുണ്ട്. 8:45 തന്നെ കൊച്ചിയിൽ എത്തിച്ചേരുമെന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സമയത്തിന്റെ ക്രമം കൂടി അനുസരിച്ചായിരിക്കും മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളും കൊച്ചി വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേരുക. നമ്മൾ ഈ പറഞ്ഞ ആംബുലൻസുകൾ സജ്ജീകരിച്ച് ഇരിക്കുന്നതെല്ലാം തന്നെ ഇപ്പോൾ എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചില ആംബുലൻസുകൾ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിനോടകം തന്നെ. ബാക്കി ആംബുലൻസുകൾ അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുമെന്നുമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രതിസന്ധി ഈ ഘട്ടത്തിൽ നിലവിലില്ല. ഈ പ്രത്യേക വിമാനത്തിൽ, വ്യോമസേനാ വിമാനത്തിൽ ഈ മൃതദേഹങ്ങൾ കൊച്ചിയിൽ എത്തിയാൽ ഉടൻ തന്നെ അതത് സ്ഥലങ്ങളിലേക്ക്, അതത് സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും ഈ ഘട്ടത്തിൽ പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞതുപോലെ കുവൈറ്റിലെ ഈ കെട്ടിടത്തിൽ തൊഴിലാളി ക്യാമ്പായിരുന്നു അത്. ദിവസങ്ങൾക്ക് മുൻപ് അവിടെ എത്തിയ ആളുകൾ ഉണ്ടായിരുന്നു. 4 ദിവസം മുൻപ് കേരളത്തിൽ നിന്നും പോയി ഇവിടെ ജോലിയിൽ കയറിയ ആളുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ വീടുകളിലേക്ക് പല ആവശ്യങ്ങൾക്കുമായി തിരിച്ചു വരാൻ വേണ്ടി നിന്നിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ആളുകളെല്ലാം തന്നെയാണ് ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ ചെറുപ്പക്കാർ നിരവധിയാണ്. 25-30 വയസ്സിനിടയിലുള്ള നിരവധിയായ ആളുകൾ മരിച്ച വിവരവും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഏറെ വേദനയുണ്ടാക്കുന്ന സംഭവമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് എല്ലാ ജില്ലകളിൽ നിന്നും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാകുന്നതും ആ വേദനയുടെ വാർത്ത തന്നെയാകും. 8:45 കൂടി ആ പ്രത്യേക വിമാനം കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞാൽ വിവിധ സ്ഥലങ്ങളിലേക്ക്, വിവിധ ജില്ലകളിലേക്ക്, അവരവരുടെ വീടുകളിലേക്ക് മൃതദേഹങ്ങൾ നോർക്കയുടെ പ്രത്യേക ആംബുലൻസുകളിൽ എത്തിക്കുന്നതാണ്. എന്തായാലും വലിയ കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച 24 മലയാളികളുടെ മൃതദേഹം കൊച്ചി വിമാനത്താവളത്തിലെത്തിക്കും. പ്രത്യേകമായി സജ്ജീകരിച്ച വിമാനത്തിലാണ് 24 മലയാളികളുടെയും മൃതദേഹം എത്തിക്കുക. പ്രത്യേകം സജ്ജീകരിച്ച ആംബുലൻസിൽ മൃതദേഹം അവരവരുടെ നാട്ടിലെത്തിക്കും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേന്ദ്രമന്ത്രി സഹമന്ത്രി സുരേഷ് ഗോപിയും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങും. 8:30 മണിയോട് അല്ലെങ്കിൽ 8:45 കൂടി ഈ പ്രത്യേക വിമാനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അവിടെ നിന്ന് പ്രത്യേക ആംബുലൻസുകളിൽ നോർക്ക സജ്ജമാക്കിയ പ്രത്യേക ആംബുലൻസുകളിലായിരിക്കും മൃതദേഹം നാടുകളിലേക്ക് കൊണ്ടുപോവുക. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പുരോഗമിക്കുകയാണ്. നോർക്കയുടെ ആംബുലൻസുകൾ വിമാനത്താവളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അലി അക്ബർ ഷാ നെടുമ്പാശ്ശേരിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.